നമസ്കാരം. ഇന്നത്തെ ചില ചുരുക്കം വാർത്തകളുമായി ഷാജി കടയ്ക്കൽ. ഇന്ന് നവംബർ 12 ചൊവ്വ 2024. വാർത്തകളിലേക്ക്. വയനാട്ടിലും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊട്ടിക്കലാശം. ഇന്ന് നിശബ്ദ പ്രചാരണം, നാളെ വിധിയെഴുത്ത്. ഏറെ ആവേശത്തോടെയായിരുന്നു രണ്ടിടത്തും കൊട്ടിക്കലാശം നടന്നത്. UDF തിരുവമ്പാടിയിലും LDF കൽപ്പറ്റയിലും NDA ബത്തേരിയിലുമാണ് വയനാട്ടിലെ കലാശക്കൊട്ട് നടത്തിയത്. ചേലക്കരയിൽ LDF, UDF, NDA സ്ഥാനാർത്ഥികളുടെ കലാശക്കൊട്ട് ആഘോഷമാക്കിയത് ചേലക്കര ബസ് സ്റ്റാൻഡിലാണ്. UDF അണികളെ ആവേശത്തിലാക്കി പ്രിയങ്ക ഗാന്ധിയുടെ കന്നി തെരഞ്ഞെടുപ്പിന്റെ കുട്ടിക്കലാശത്തിനും സഹോദരനും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയും എത്തിയിരുന്നു. സംസ്ഥാന സ്കൂൾ കായികമേള സമാപന ചടങ്ങിന്റെ വേദിയിൽ പ്രതിഷേധം. സ്പോർട്സ് സ്കൂളുകളെ കിരീടത്തിന് പരിഗണിച്ചതിലാണ് പ്രതിഷേധം. നാവാമുകുന്ദ മാർ ബേസിൽ സ്കൂളിലാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. GV രാജ സ്കൂളിന് 2ാം സ്ഥാനം നൽകിയതിന് പിന്നിൽ ഉദ്യോഗസ്ഥരുടെ കളിയുണ്ടെന്നാണ് പരാതി. സംഘർഷത്തെ തുടർന്ന് പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ കയ്യങ്കാളിയിലെത്തി. സമാപന ചടങ്ങിന്റെ വേദിയിൽ വിദ്യാഭ്യാസ മന്ത്രി ഇരിക്കെയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി എത്തിയത്. പ്രതിഷേധത്തെ തുടർന്ന് സമാപന ചടങ്ങ് വേഗത്തിൽ അവസാനിപ്പിച്ചു. സംസ്കാര സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങിനിടെ ഉണ്ടായ വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടിയിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി KSU. വിദ്യാർത്ഥികളെ മർദ്ദിച്ച പോലീസ് നടപടി പ്രതിഷേധാർഹമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറും പറഞ്ഞു. ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തുന്ന കായികമേളയിൽ ജനറൽ സ്കൂൾ, സ്പോർട്സ് സ്കൂൾ വേർതിരിവുകൾ ഇല്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സമാപന ചടങ്ങിൽ സംഘർഷമുണ്ടായ സാഹചര്യത്തിലാണ് മന്ത്രിയുടെ ഈ പ്രതികരണം. കേരളത്തിലെ കായിക രംഗത്തിന് പിന്നോട്ട് പോക്ക് സംഭവിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്കൂൾ തലത്തിൽ മികച്ച പ്രകടനം നടത്തിയ കായിക താരങ്ങൾ കായിക രംഗത്ത് തന്നെ അപ്രത്യക്ഷമായി. കായിക രംഗത്തെ പ്രകടനങ്ങൾ പലർക്കും മാർക്കും ഗ്രേസ് മാർക്കും നേടാനുള്ള ഉപാധിയായി മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N പ്രശാന്തിനെയും വ്യവസായ ഡയറക്ടർ K ഗോപാലകൃഷ്ണനെയും സസ്പെൻഡ് ചെയ്ത് സർക്കാർ. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ S ജയതിലകനെതിരായ പരസ്യ അധിക്ഷേപത്തിന്റെ പേരിലാണ് N പ്രശാന്തിനെ നടപടിയെടുത്തതെങ്കിൽ മല്ലു ഹിന്ദു വാട്സാപ്പ് വിവാദത്തിന്റെ പേരിലാണ് K ഗോപാലകൃഷ്ണനെതിരെ നടപടി എടുത്തത്. K ഗോപാലകൃഷ്ണൻ IAS ഉദ്യോഗസ്ഥരുടെ ഇടയിൽ മതാടിസ്ഥാനത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നും ചേരിതിരിവുണ്ടാക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിലൂടെ ഉദ്യോഗസ്ഥരുടെ ഇടയിലെ സാഹോദര്യം തകർക്കാൻ ശ്രമിച്ചുവെന്നും സർക്കാർ പുറത്തിറക്കിയ സസ്പെൻഷൻ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർക്കെതിരെ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രശാന്തിന്റെ പരാമർശങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ പൊതുമാധ്യമത്തിൽ നാണം കെടുത്തിയെന്നും ഇരുവരും സർവീസ് ചട്ടങ്ങളുടെ ഗുരുതരമായ ലംഘനം നടത്തിയെന്നുമാണ് സർക്കാർ ഉത്തരവിൽ പറയുന്നത്. ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരനാണ് IAS ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനുള്ള ഉത്തരവ് പുറത്തിറക്കിയത്. സസ്പെൻഷൻ നടപടി നേരിട്ട വിഷയത്തിൽ തന്റെ വിശദീകരണം കേൾക്കാതെയാണ് നടപടിയെന്ന് N പ്രശാന്ത്. സർക്കാരിന്റെ നടപടിയിൽ അത്ഭുതം തോന്നുന്നുവെന്നും പ്രശാന്ത് പറഞ്ഞു. ഫേസ്ബുക്ക് കുറിപ്പുകളിൽ ചട്ടലംഘനമില്ലെന്നും സർക്കാരിനെ വിമർശിച്ചില്ലെന്നും പ്രശാന്ത് പറഞ്ഞു. തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ചെയ്തതെന്നും ആരെയും സുഖിപ്പിക്കാനല്ല തനിക്ക് ശമ്പളം നൽകുന്നുവെന്നും പറഞ്ഞ പ്രശാന്ത് തന്റെ കുറിപ്പുകളെ എന്തിനാണ് ഭയക്കുന്നതെന്നും ചോദിച്ചു. ജനിച്ചു വീണപ്പോഴേ IAS-കാരനാകണമെന്ന് വിചാരിച്ചു വന്ന ആളല്ലെന്നും വേറെയും ജോലിയും താല്പര്യങ്ങളും എല്ലാം ഉള്ളതാണെന്നും ഇതൊന്നും വലിയ സംഭവമായി തനിക്ക് തോന്നുന്നില്ലെന്നും പ്രശാന്ത് വ്യക്തമാക്കി. മലിനീകരണം സൃഷ്ടിക്കുന്ന ഒരു പ്രവർത്തനത്തെയും ഒരു മതവും പ്രോത്സാഹിപ്പിക്കില്ലെന്ന് സുപ്രീം കോടതി. പടക്കങ്ങൾക്ക് രാജ്യവ്യാപകമായ നിരോധനം ഏർപ്പെടുത്താത്തത് എന്തുകൊണ്ടാണെന്നും സുപ്രീം കോടതി ആരാഞ്ഞു. മുനമ്പത്തെ പിന്നാലെ വയനാട്ടിലും വഖഫ് ഭീകരതയാണെന്ന് വഖഫ് ഭീഷണി കേരളത്തിൽ വ്യാപകമാകുകയാണെന്നും ഇതിനെതിരെ കേരളം മുഴുവൻ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും BJP. മുനമ്പത്തിന് പിന്നാലെ മാനന്തവാടി തവിഞ്ഞാലിൽ 5 കുടുംബങ്ങൾക്ക് വഖഫ് നോട്ടീസ് അയച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് BJPയുടെ ഈ പ്രതികരണം. മുനമ്പത്തെ ജനങ്ങൾക്ക് വീട് വിട്ട് ഇറങ്ങിപ്പോകേണ്ടി വരില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജു. വഖഫ് ഭൂമി പ്രശ്നത്തിൽ മുനമ്പത്തിന് നീതി കിട്ടിയിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. VD സതീശനുണ്ടായാലും പിണറായി വിജയൻ ഉണ്ടായാലും കേന്ദ്രം മുനമ്പത്തിന് നീതി ഉറപ്പാക്കുമെന്നും മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ. ഇത്രയും കാലം കൈവശം വച്ചിരിക്കുന്ന ഭൂമിയിൽ നിന്ന് ഇറങ്ങാൻ ആർക്കും പറയാനാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. മുനമ്പം പ്രശ്നത്തിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്രത്തിൽ രാജീവ് ചന്ദ്രശേഖറും ഷോൺ ജോർജും നിവേദനം കൈമാറി. മുനമ്പം ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട ആരെയും കൂടി ഒഴിപ്പിക്കില്ലെന്ന് മന്ത്രി P രാജീവ്. രാജ്യത്തെ മദ്യ ഷോപ്പുകൾ, ബാറുകൾ, പമ്പുകൾ എന്നിവിടങ്ങളിൽ നിന്നും മദ്യം വാങ്ങുന്നവരുടെ പ്രായം പരിശോധിക്കാൻ പ്രോട്ടോകോൾ രൂപവൽക്കരിക്കണമെന്ന ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. സംസ്ഥാനത്തെ സർവകലാശാലയിലെ VC-മാരെ നിയമിക്കാത്തതിന് സർക്കാരിനെ വിമർശിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. VC നിയമന ബില്ല് രാഷ്ട്രപതി അംഗീകരിച്ചില്ലെന്ന് പറഞ്ഞ ഗവർണർ സർക്കാർ എന്തുകൊണ്ടാണ് VC-മാരെ നിയമിക്കാത്തതെന്നും ചോദിച്ചു. സ്വകാര്യ ബസ്സുകൾക്ക് 140 കിലോമീറ്ററിലധികം ദൂരത്തേക്ക് ഓടുന്നതിനുള്ള പെർമിറ്റ് അനുവദിക്കേണ്ടെന്ന് മോട്ടോർ വെഹിക്കിളിന്റെ സ്കീമിലെ വ്യവസ്ഥ ഹൈക്കോടതി റദ്ദാക്കിയുടെ കേസ് അപ്പീൽ പോകുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KV ഗണേഷ് കുമാർ. സിംഗിൾ ബെഞ്ചിലെ ഉത്തരവിൽ ചില സാങ്കേതിക കാരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെന്നും അതുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിലേക്ക് അടിയന്തരമായി അപ്പീൽ നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് ലോക്സഭ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നാളെ ജില്ലയിലെ എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചു. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം ജില്ലയിൽ നാളെ അവധിയായിരിക്കും.
കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകർക്ക് നേരെ തുടർന്ന അധിക്ഷേപവും വിരട്ടലും അങ്ങേറ്റം അപലപനീയമാണെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ. സിനിമയിൽ പണ്ട് കൈയടി നേടിയ സൂപ്പർ ഹീറോയുടെ കേട്ട് മാറാതെയുള്ള താഷ്ട്യവും ഭീഷണിയും മാധ്യമപ്രവർത്തകരോട് വേണ്ടെന്നും കേന്ദ്രമന്ത്രി എന്നല്ല സാധാരണ മനുഷ്യരുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാകാൻ പാടില്ലാത്ത ഹീനമായ പെരുമാറ്റമാണ് സുരേഷ് ഗോപി തുടരുന്നതെന്നും കേന്ദ്രമന്ത്രിയുടെ മോശപ്പെട്ട സമീപനത്തിലെ യൂണിയൻ ഇന്ന് പ്രതിഷേധ ദിനം ആചരിക്കുമെന്നും അറിയിച്ചു. തിരുവനന്തപുരത്ത് മാനവീയം വേദിക്കടുത്ത് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. വെമ്പായം സ്വദേശികളായ ഷിഹാസ്, സുഹേൽ, അർഫരാജ്, രഞ്ജിത്ത് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വെമ്പായം സ്വദേശി ഷിജിത്തിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം ഉണ്ടായത്. ലഹരി വിൽപ്പന സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് വധശ്രമത്തിന് പിന്നിലെന്ന് മ്യൂസിയം പോലീസ് പറയുന്നു. ശബരിമലയിൽ ഒരേ സമയം 16,000-ഓളം വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയ ദേവസ്വം ബോർഡ് അറിയിച്ചു. സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് വീണ്ടും മരണം. മലപ്പുറം ജില്ലയിലെ പൊന്നാനി സ്വദേശി സെബ മെഹ്റൻ ആണ് മരിച്ചത്. പൊന്നാനി തെയ്യങ്ങാട് GLP സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. 5 വയസ്സുകാരെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് വധശിക്ഷ. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി ഇടെയാണ് ഉത്തരവ്. ഓൺലൈൻ ട്രേഡിംഗ് വഴി ലാഭം നൽകാമെന്ന് വിശ്വസിച്ച് 13 ലക്ഷം കവർന്ന കേസിൽ മുഖ്യപ്രതിയെ കരിപ്പൂരിൽ നിന്ന് ബത്തേരി പോലീസ് പിടികൂടി. ബത്തേരി പക്മാലയം വീട്ടിൽ വൈശാഖിനെയാണ് ശനിയാഴ്ച വൈകിട്ടോടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ കസ്റ്റഡിയിൽ എടുത്തത്. പുത്തൻകുത്ത് സ്വദേശിയുടെ പരാതി പ്രകാരം കഴിഞ്ഞ നവംബറിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. കുണ്ട്ര ആലീസ് വധക്കേസ് പ്രതി ഗിരീഷ് കുമാറിന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. നാളെ മുതൽ 3 ദിവസം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളാണ് ശക്തമായ മഴ മുന്നറിയിപ്പ്. യെല്ലോ അലർട്ടാണ് നൽകിയിട്ടുള്ളത്. 18 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അമ്മയും മകനും വീണ്ടും കണ്ടുമുട്ടി. സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടാമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിൻ്റെയും ഉമ്മ ഫാത്തിമയുടെയും കണ്ടുമുട്ടൽ ഏറെ വികാരനിർഭരമായി. നേരത്തെ കാണാൻ വിസമ്മതിച്ച റഹീം പിന്നീട് കൂടിക്കാഴ്ചയ്ക്ക് സമ്മതിക്കുകയായിരുന്നു. റിയാദിലെ ജയിലിലെത്തിയാണ് ഉമ്മയും സഹോദരനും അമ്മാവനും ഉൾപ്പെട്ട സംഘം റഹീമിനെ കണ്ടത്. ഒന്നിച്ച് ചായ കുടിച്ചെന്നും എത്രയും വേഗം മകൻ തിരികെ എത്തണമെന്നാണ് ആഗ്രഹമെന്നും ഫാത്തിമ പ്രതികരിച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് വിലക്കണമെന്ന് BJP. രാഹുൽ ഗാന്ധി നുണ പ്രചരിപ്പിക്കുന്ന ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് BJP പരാതി നൽകിയിരുന്നു. ലഹരി മരുന്നിൻ്റെ അമിതമായ ഉപയോഗത്തെ തുടർന്ന് 11 ദിവസത്തെ ഇടവേളയിൽ ഹരിയാനയിലെ ഹിസാറിലെ പർബയിൽ ഒരു കുടുംബത്തിലെ 3 സഹോദരങ്ങൾ മരണപ്പെട്ടു. ചീഫ് ജസ്റ്റിസായി സഞ്ജീവ് ഖന്നയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കാത്തതിന് ചർച്ചയാക്കി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. അയോധ്യയിലെ രാമക്ഷേത്രം ഉൾപ്പെടെ ഹിന്ദു ആരാധനകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് ഭീഷണി മുഴക്കിയ ഖാലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഗുർപന്ത് സിംഗ് പന്നു 6 ജസ്റ്റിസ് പുറത്തുവിട്ട വീഡിയോയിലാണ് ഈ ഭീഷണി. മണിപ്പൂരിൽ സൈനികരും കുക്കി വിഘടനവാദിയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 11 കുക്കി വിഘടനവാദികളെ സൈന്യം വധിച്ചു. ഇറ്റലിയിലെ റോമിലെ ഫിയുമിസിനോ വിമാനത്താവളത്തിൽ നിന്ന് ചൈനയിലേക്ക് ഷെൻഷൈനിലേക്ക് 265 പേരുമായി പറന്നുയർന്ന ഹൈനാൻ എയർലൈൻസ് വിമാനം തീപിടുത്തി തുടർന്ന് തിരിച്ചിറക്കി. ഭക്ഷ്യയിടിച്ച് എഞ്ചിൻ തകരാറി തുടർന്നാണ് തീപിടിച്ചത്. വിമാനത്തിലെ 149 യാത്രക്കാരും 16 ക്രൂ അംഗങ്ങളും സുരക്ഷിതരാണെന്ന് ഇറ്റാലിയൻ കോസ്റ്റ് ഗാർഡ് അധികൃതർ അറിയിച്ചു. ഇസ്രായേലിലെ ഹിസ്ബുള്ളയുടെ ശക്തമായ റോക്കറ്റോടെ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് 90-ലധികം റോക്കറ്റുകളെന്ന് ഹിസ്ബുള്ള തൊടുത്തതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രീമിയം സർവീസിലെ ഹൃദയം കീഴടക്കിയ ഫുൾ സർവീസ് എയർലൈനായ വിസ്താര ഇന്ത്യയുടെ ആകാശത്ത് നിന്ന് വിട പറയുന്നു. നവംബർ 12 എയർ ഇന്ത്യയുമായി ലയിക്കുന്നതിന് മുമ്പ് വിസ്താരയുടെ അവസാന വിമാനങ്ങൾ സർവീസ് നടത്തി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.